നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ ഹിലാൽ ഇന്ന് വീണ്ടും കളിക്കാനിറങ്ങുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 7:15 അൽ ഒറോബയുമായിട്ടാണ് മത്സരം. കളി നടക്കുന്നത് അൽ ഒറോബയുടെ മൈതാനത്താണ്. അൽ ജൗഫ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് കളി. നമുക്കറിയാം, ഇപ്പം കിങ്സ് കപ്പിൽ അൽ ഇത്തിഹാദിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റിട്ടാണ് അൽ ഹിലാൽ വരുന്നത്. എന്ന് മാത്രമല്ല, അൽ ഹിലാൽ സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തല്ല. ഒന്നാമതുള്ളത് അൽ ഇത്തിഹാദാണ്. 13 കളികളിൽ നിന്ന് അൽ ഇത്തിഹാദിന് 36 പോയിന്റും അൽ ഹിലാലിന് 34 പോയിന്റുമാണുള്ളത്. ഇനി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് അൽ ഹിലാലിന് കിരീടം എന്ന ലക്ഷ്യത്തിൽ നിന്ന് അകലാനുള്ള അവസ്ഥയുണ്ടാക്കും. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്നത്തെ മത്സരത്തിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സൂപ്പർ താരം മിട്രോവിച്ച് പരിക്കേറ്റ് പുറത്താണ്, കളിക്കളത്തിന് പുറത്താണ്. സലേം അൽ ദൗസാരിയും ഈ മത്സരം കളിക്കുന്നില്ല, അദ്ദേഹത്തിനും പരിക്കാണ്. അപ്പോൾ നെയ്മർ ജൂനിയറുടെ കാര്യമോ ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. പക്ഷേ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിലും പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം, അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്ത് വന്നാലും ഇതുവരെ നെയ്മർ രജിസ്റ്റർ ചെയ്യാൻ കോച്ച് ഹോർഗെ ജീസസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരവും നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല. അൽ ഹിലാലിൻ്റെ താരങ്ങൾ ആരൊക്കെയാണ്, വിദേശ താരങ്ങൾ ആരൊക്കെയാണ് ഈ മത്സരത്തിലുള്ളതെന്ന് നോക്കാം. ഒന്ന് യാസിൻ ബോനോ, പിന്നെ ഖാലിദു കൂലിബലി, ജാവു കൺസേലോ, റെനൻ ലോദി, റൂബൻ നെവസ്, സേവിച്ച്, മാൽക്കം, അതുപോലെ മാർക്കസ് ലിയനാർഡോ. ഇവരാണ് ഇപ്പോൾ അൽ ഹിലാലിൻ്റെ വിദേശ താരങ്ങളായിട്ട് ഈ മത്സരത്തിനുള്ളത്. ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ പുറത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.